ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻസ് പോസ്റ്റർ ഏതൊക്കെയാണോ അതിനോടൊപ്പം തന്നെ ലെറ്റർ റൈറ്റിൻ്റെ ഫോമാറ്റും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച്, ആദ്യം പോസ്റ്ററാണ്. ജൽ ദിവസത്തിനെ കുറിച്ചുള്ള പോസ്റ്ററാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. പോസ്റ്ററിന് എഴുതിയിട്ട് താഴേക്ക് ജൽ ദിവസ സമാരോഹം എന്ന് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കണം. അതിൻ്റെ താഴേക്ക് മാറ്റി 3 പോയിന്റുകൾ ജലമായതുകൊണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ജൽ ദിവസം അത് നമുക്ക് ജൽ ദിവസം വന്നാൽ മാത്രമേ ഈ 3 പോയിന്റ് മതി. ബാക്കിയുള്ള ഇമ്പോർട്ടൻസ് ഡേയ്സിന് പോയിന്റുകൾ വേണ്ട കേട്ടോ. നോക്കിയേ, ജൽ ജീവൻ കാ ആധാർ, ജൽ കോ സംരക്ഷൺ കർണ, ഹറേക്ക് ബൂന്തേം ഇകട്ടാ കരോ. ഹറേക്ക് ബൂന്തെന്ന് വെച്ചാൽ ഓരോ തുള്ളിയും ഇകട്ടാ കരോ ശേഖരിക്കുവൻ, അല്ലെ ശേഖരിക്കൂ. അതിൻ്റെ താഴേക്ക് താരിഖ് 22 മാർച്ച് 2026 ആണ്, അങ്ങനെ എഴുതണം. അതിൻ്റെ താഴെ സമയം മംഗൾവാർ സബേരെ എന്നെഴുതണം കേട്ടോ. സബേരെ 8 ബജെ സ്കൂൾ കെ സഭാഗൃഹമേ. അതിൻ്റെ താഴെ സ്ഥാൻ കേട്ടോ, സർക്കാരി ഹൈസ്കൂളെ കൊല്ലം. അതിൻ്റെ താഴെ ഉദ്ഘാടൻ പ്രധാന അധ്യാപകെ മേഘമാൻ ശിക്ഷാ മന്ത്രി സഞ്ചാലകെ സ്കൂൾ ലീഡറെ കാര്യക്രം പ്രോഗ്രാംസ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കിയേ, സമാരോഹ കെ ആധാർ पर बच्चों की വിവിധ പ്രതിയോഗിതായെ മത്സരങ്ങൾ, ഗീത, ഭാഷൻ, ഭാഷണം എന്ന് വെച്ചാൽ പ്രസംഗം, നാടകം, സാഹിത്യകാരന്മാരുടെയും മഹാൻ വ്യക്തികളുടെയും പ്രഭാഷണം ഉണ്ടായിരിക്കും. ഓക്കെ, ആദ്യം എന്ന് വെച്ചാൽ മുതലായവ. സബ്ക സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം എന്നെഴുതി ഫുൾ കോളം വരച്ച് വേണം എഴുതാൻ. പോസ്റ്റർ എന്ന വാക്ക് വെളിയിൽ വെച്ച് വേണം കോളം വരയ്ക്കാൻ കേട്ടോ. ഈ പോസ്റ്റർ മതി. ഇതിനകത്ത് മാറ്റണമെന്ന് വെച്ചാൽ ജൽ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏത് ഡേ ആണോ എന്ന് വെച്ചാൽ ഏത് ദിവസത്തെക്കുറിച്ചാണോ നിങ്ങൾക്ക് പോസ്റ്റർ എഴുതാൻ ചോദിക്കുന്നത് അതിൻ്റെ ടൈറ്റിൽ ഇവിടെ കാണും. എന്നാൽ അത് ഹിന്ദി ദിവസമാണ്, അല്ലെങ്കിൽ അധ്യാപക ദിവസം, അല്ലെങ്കിൽ കേരള ദിവസം, അങ്ങനെ ഒരുപാടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ആ വാക്ക് വേണം, ജൽ എന്ന വാക്ക് മാറ്റിയിട്ട് എഴുതാൻ. എന്നിട്ട് ആ താരിക്ക് ആ ഡേയും കൂടി മാറ്റി കൊടുക്കണം. എന്നുവെച്ചാൽ ആ തന്നിരിക്കുന്ന ടൈറ്റിലിൻ്റെ ഉചിതമായിട്ടുള്ള താരിഖാണല്ലോ എഴുതേണ്ടത്, അതുകൂടി മാറ്റുക. ബാക്കിയെല്ലാം ഇതേപോലെ എഴുതുക. ജലത്തിന് മാത്രം പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, പോസ്റ്റർ തന്നിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ്. യുദ്ധ സംസാർ സേ ഹടാവോ എന്നൊക്കെ. യുദ്ധത്തെക്കുറിച്ച് പോസ്റ്റർ എഴുതാൻ ചോദിച്ചാൽ ഇതുപോലൊക്കെ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. എന്നാൽ യുദ്ധത്തെക്കുറിച്ച് നിങ്ങളുടെ സ്കൂളിലൊരു സെമിനാർ, സങ്കുഷ്ടി അവതരിപ്പിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണെങ്കിൽ അതിനകത്ത് ഈ ജലം എഴുതിയ പോലെ തന്നെ 3-5 പോയിന്റ് എഴുതിയതിന് ശേഷം പിന്നെ താരിഖ്, സമയ, സ്ഥാനെ, ഉദ്ഘാടൻ, മേഘമാൻ, സഞ്ചാലകെ, കാര്യക്രം, സബ്കാ സ്വാഗതം, അങ്ങനെ എഴുതുന്നത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ സാധാ പോസ്റ്ററാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, യുദ്ധ റോക്കോ, ദുനിയാക്കി സുരക്ഷ കരോ. യുദ്ധം റോക്കിന തടയൂ, ലോകത്തെ സംരക്ഷിക്കുക, അല്ലെ സുരക്ഷ ചെയ്യൂ. അടുത്ത നോക്കിയേ, യുദ്ധ ബഡാ അഭിശാപ്. അടുത്ത യുദ്ധ സംസാർ കോ വിനാശിക്ക് ഓർ ബെടാത്ത. യുദ്ധം ലോകത്തെ വിനാശത്തിലേക്ക് നയിക്കും. അടുത്ത യുദ്ധ ഹടാന മാറ്റുക, നീക്കം ചെയ്യുന്ന വാക്കാണ് കേട്ടോ. യുദ്ധ ഹടാനെ സേ രാജ്യങ്ങൾക്കോ ശാന്തി മിലേഗ. യുദ്ധം നീക്കം ചെയ്യുന്നതിൽ നിന്നും രാജ്യങ്ങൾക്ക് എന്ത് കിട്ടും? ശാന്തി കിട്ടും. യുദ്ധസേ കുച്ച് നഹീം ഹാസിൽ കർണ നേടുക. യുദ്ധം കൊണ്ട് ഒന്നും നേടാനേ കഴിയുന്നില്ല. യുദ്ധ സംസാർ സേ പോഞ്ച് ഹടാവോ. ലോകത്തു നിന്നും പോഞ്ചിനകത്ത് ഉടച്ച് മാറ്റണം യുദ്ധം. അടുത്ത യുദ്ധസേ രാജ്യോങ്കി ശത്രുത ബെടാത്തെ. യുദ്ധം കൊണ്ട് രാജ്യങ്ങൾക്ക് എന്തുണ്ടാകുന്നു? ശത്രുത ബെടാന ഉയരുന്നു. അതായത് രാജ്യങ്ങൾക്കിടയിലുള്ള ശത്രുത ഉയരുന്നു യുദ്ധം കൊണ്ട്. അടുത്ത യുദ്ധക്കോ മാനവ ഡർ സേ ദേഖത്ത. യുദ്ധത്തെ മനുഷ്യൻ ഡർ ഭയത്തോടെയാണ് കാണുന്നത്. യുദ്ധന ദുനിയ കിത്തന ആനന്ദദേത്ത. യുദ്ധമില്ലാത്ത ലോകം എത്രത്തോളം സന്തോഷകരം ആയിരിക്കും. ഇനി അടുത്ത് നോക്കിയേ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു ഗലീലിയ ദിവസത്തെക്കുറിച്ചുള്ള പോസ്റ്ററായിരുന്നു അല്ലേ? ആ പോസ്റ്റർ തന്നെ എക്സാമിന് റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് 15 ഫെബ്രുവരിയാണ് ഗലീലിയ ദിവസം. അതിനെക്കുറിച്ച് നിങ്ങളുടെ സ്കൂളിലെ എന്ത് ചെയ്യുന്നു, ഈ അവസരത്തിൽ വിജ്ഞാന പ്രദർശനി നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള പോസ്റ്ററാണ് ചോദിച്ചത്. അതാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. നോക്കിയേ, അപ്പോൾ ആദ്യം പോസ്റ്റർ എന്ന് എഴുതുക. അതിൻ്റെ താഴെ വിജ്ഞാൻ പ്രദർശിനി എന്നെഴുതണം. അതിൻ്റെ താഴേക്ക് മാറ്റി ഗലീലിയോ ദിവസേ എന്നെഴുതി കോളത്തിനകത്ത് വേണം എഴുതാൻ. കോളം വരച്ചേക്കുന്നില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് എഴുതണം ഈ പോസ്റ്ററിൽ കേട്ടോ. അടുത്ത നോക്കി, സ്കൂൾ സഭാഗൃഹമേ. സ്കൂൾ കെ സഭാഗൃഹമേ എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ സഭാഗൃഹത്തിൽ വെച്ച്, സഭാങ്കണത്തിൽ വെച്ച്. അടുത്ത നോക്കി, സമയ സോമവാർ സബേരെ 10 ബജെ മേ. ഉദ്ഘാടൻ ശ്രീ ഡോക്ടർ എസ് എ സോമനാഥ് മഷഹൂർ വൈജ്ഞാനിക എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കണം കേട്ടോ. മഷഹൂർ എന്ന് വെച്ചാൽ പ്രസിദ്ധിയാർജിച്ച വൈജ്ഞാനികൻ, ശാസ്ത്രജ്ഞൻ. എന്നിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി ചിത്രം വരയ്ക്കണം. ചിത്രം ഒന്ന് ഞാൻ കൊടുത്തിട്ടുള്ളൂ, വരയ്ക്കുക.
അവിടെ നോക്കിയേ സർക്കാരി ഹൈസ്കൂളെ കൊല്ലം എന്ന് റൈറ്റിലേക്ക് മാറ്റി എഴുതുക. അതിൻ്റെ താഴേക്ക് സബ്കെ ലിയെ ഹാർദിക സ്വാഗതം എന്ന് കൊടുക്കണം. എല്ലാവർക്കും ഹാർദികമായിട്ടുള്ള ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നെഴുതി വേണം പോസ്റ്ററിന് കോളം വരയ്ക്കാൻ കേട്ടോ. കോളം വരയ്ക്കാൻ പോസ്റ്റർ വാക്ക് വെളിയിൽ വെച്ച് വേണം വരയ്ക്കാൻ. ഓക്കെ, ഇതിനകത്ത് തന്നിരിക്കുന്ന കോളങ്ങളെല്ലാം അതുപോലെ എഴുതണം. ഈ സൈഡിലേക്ക് മാറ്റി വേണം ഏതാ ഡേറ്റ് എഴുതാൻ. എന്താ എഴുതി വെച്ചിരിക്കുന്നില്ലേ, അത് നിങ്ങൾക്ക് ഈ സൈഡിലേക്ക് എവിടെയെങ്കിലും എഴുതാം. ഏതാ 15 അല്ലേ, ഫെബ്രുവരി 15, 2026 സൈഡിലേക്ക് കൊടുക്കുക. അതേത് പോർഷൻ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അങ്ങനെ എഴുതി കോളം വരയ്ക്കുക. ഓക്കെ, എന്നാൽ ഇനി അടുത്തത് നോക്കിയാൽ നമുക്ക് പത്രം നോക്കാം. പത്രത്തിൻ്റെ ഫോമാറ്റാണ് സ്ഥാൻ എന്നെഴുതി കോമ കൊടുക്കണം. അത് നോക്കി എവിടെയാണ് എഴുതിയിരിക്കുന്നത്, റൈറ്റിലേക്ക് മാറ്റിയാണ്. അതിൻ്റെ താഴെ താരിഖ് എന്നെഴുതി ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. ലെഫ്റ്റിലേക്ക് മാറ്റി സംബോധന ചെയ്യുക, പ്രിയമിത്രൻ. കോമ എടുത്തിട്ട് തും കൈസെ ഹോ അതിൻ്റെ തൊട്ട് താഴെയും തന്നെ തുടങ്ങണം. തും കൈസെ ഹോ എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ലേശം എഴുതണം കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഏത് പാഠമാണെങ്കിലും അതിനെ ബേസ് ചെയ്ത് എഴുതുക. അവസാനം നോക്കി സബ്കോ പ്രണാം എന്നെഴുതിയിട്ട് റൈറ്റിലേക്ക് മാറ്റി തുമാര മിത്ര എന്നെഴുതി കോമ. അതിൻ്റെ താഴെ ഹസ്താക്ഷർ ബ്രാക്കറ്റിലെ അതിൻ്റെ താഴെ നാം എന്നെഴുതി ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. അതായത് കത്തെഴുതിയ ആൾ ആരാണോ അദ്ദേഹത്തിൻ്റെ പേരവിടെ എഴുതുക. എന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് മാറ്റി കുറച്ച് താഴേക്ക് മാറ്റി വേണം എഴുതാൻ. സേവാമേ, അതായത് 2 ആണ്, മാറ്റി താഴേക്ക് എഴുതണം. സേവാമേം എന്നെഴുതിയിട്ട് താഴേക്ക് നാമേ കോമ പദ എന്നെഴുതി അതൊരു ചെറിയ കോളമാക്കുക. പിന്നെ ഫുൾ കോളം വരയ്ക്കുക. ഓക്കെ, ഇതാണ് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലെ ബാക്കിയുള്ളതൊക്കെ തരം കേട്ടോ. അതായത് നിങ്ങളുടെ എക്സാം, അതായത് ആനുവൽ എക്സാമിൻ്റെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിലിടും കേട്ടോ. അപ്പോൾ അത് എല്ലാവരും നോക്കി പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാമെന്ന് മാത്രം വരും. അതൊന്ന് പഠിച്ച് വെച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിലിട്ടിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.